പാലകൻ സഖിയായി അവളെ കരുതി വച്ചു. സഖിയായി അവളെ കരുതി വച്ചു. സമസ്ത രോഗങ്ങളും സംഹാര താണ്ഡവമാടിയിടവേ സമയാവസാനം സമസ്ത രോഗങ്ങളും സംഹാര താണ്ഡവമാടിയിടവേ സംവത്സരങ്ങൾ 36 ജീവിച്ചു സംതൃപ്തയായവൾ സഹനങ്ങളാകുന്ന മുള്ളുകൾ തന്നോടെ സഹജയായി സൂനമൊന്നങ്കുരിച്ചു. സകലേശ സൂനുവാ ഉദ്യാന പാലകൻ സഖിയായി അവളെ കരുതി വച്ചു. സഖിയായി അവളെ കരുതി വച്ചു. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ ആവേശം പകരാൻ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കാണ്. കേരളത്തിൽ കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 19 അന്നക്കുട്ടി ഭൂജാതിയായി. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം
അവളുടെ കൊച്ചു മനസ്സിൽ നിറഞ്ഞു. കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. അവൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വിശുദ്ധിയാകാൻ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ രഹസ്യം. അമ്മയുടെ വേർപാട്, പേരമ്മയുടെ വളർത്തൽ, കഠിന ശിക്ഷണം, വിവാഹമുറപ്പിക്കൽ, ഉമ്മിത്തിയിലെ പൊള്ളൽ, രോഗങ്ങൾ, കഷ്ടതകൾ, നീരസങ്ങൾ എല്ലാം സന്തോഷത്തോടെ സഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ജീവിതത്തിലേക്ക്, സഹനത്തിലേക്ക് മാലാഖയായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വേദനകളും സഹനങ്ങളും തന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് അവൾ ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല. അവയെല്ലാം സഹിക്കുവാനുള്ള ശക്തി നൽകണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് വേദനകളും ദുഃഖങ്ങളും താങ്ങാൻ കഴിയാതെ ലഹരിയിലും ആത്മഹത്യയിലും ആശ്വാസം കണ്ടെത്തുന്ന ലോകത്തിന് മുൻപിൽ ഉയർത്തപ്പെടുന്ന വെല്ലുവിളിയുടെ അടയാളമാണ് വിശുദ്ധ അൽഫോൻസാമ. എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ അഭിമാനമായി വേദനകളും സഹനങ്ങളും ദൈവത്തിൻ്റെ കൈവിരൽ തുമ്പുകളുടെ തലോടലായി അനുഭവിച്ച വിശുദ്ധ അൽഫോൻസാമ കാരുണ്യത്തിൻ്റെ തിരയൊടുങ്ങാത്ത സാഗരമായിരുന്നു. ആ സഹനത്തിന് മാലാഹ നമ്മുടെ ജീവിതപാതയിൽ എന്നും വെളിച്ചം പകരട്ടെ. ക്രിസ്തുവിൽ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിന് വേണ്ടി സഹിച്ച, സ്നേഹിച്ച വിശുദ്ധ നമുക്കെന്നും പ്രചോദനമാകട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.